ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ തിരുവനന്തപുരത്തെ വീടിന് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുതലപ്പൊഴി വിഷയത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ്. മുതലപ്പൊഴിയിൽ കഴിഞ്ഞ 2 ദിവസമായി പ്രതിഷേധമാണ്. ഇപ്പോൾ മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രി വസതിയിലില്ല എന്നാണ് വിവരമുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ടി എസ് ഹരീഷൻ, എന്താണ് ഇവരുടെ ആവശ്യം? മന്ത്രിയുടെ വീട് ഉപരോധിച്ചുകൊണ്ട് മുതലപ്പുഴയിൽ നിന്നുള്ള ആൾക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. മുതലപ്പൊയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. പെട്ടെന്നുള്ള ഒരു പ്രതിഷേധ സമരമായിരുന്നു. മന്ത്രി വീട്ടിലുണ്ടായിരുന്നില്ല. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് മൻമോഹൻ ബംഗ്ലാവ്. ഇവിടെ മന്ത്രി വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചിറയൻകീഴ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആദ്യം കുറച്ച് പ്രതിഷേധക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിഷേധം തുടങ്ങിയതിന് ശേഷം ആളുകളുടെ എണ്ണം കൂടി. ഓരോരുത്തരെയും പോലീസ് ഇപ്പോൾ ഈ കൃത്യമായ ഒരു അറിയിപ്പോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായി പോലീസും ആവശ്യത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് എത്തി. പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു വനിതാ പ്രവർത്തക ഈ മൻമോഹൻ ബംഗ്ലാവിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതും വനിതാ പോലീസ് ഇടപെട്ട് തടഞ്ഞ് ഇപ്പോൾ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനും ഒരു പകുതിയിലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. മൻമോഹൻ ബംഗ്ലാവിലാണ് മന്ത്രി സജി ചെറിയാൻ താമസിക്കുന്നത്. അവിടെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. മന്ത്രി വസതിയില്ല എന്ന് തോന്നുന്നു. അതേസമയം മതിൽ ചാടിക്കടന്ന് അകത്ത് കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമവും ഉണ്ടായി. ഇപ്പോൾ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വോട്ട് വാങ്ങിയിട്ട് വാഗ്ദാനം ലംഘിച്ച് മന്ത്രി എവിടെ? ഞങ്ങളൊന്ന് പൊഴിയിൽ വാ. ഞങ്ങൾ സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അവര് പട്ടിണിയാണ്. ഒരാഴ്ച പോകുന്നില്ല. അവര് ജോലിക്ക് പോകുന്നില്ല. അവര് മക്കൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിലുകളെല്ലാം പട്ടിണിയാണ്. എന്തുകൊണ്ട് മന്ത്രി അവിടെ അവർക്ക് ഭക്ഷണം എത്തിക്കാത്തത്? എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ പറയൂ. ഈ മന്ത്രി ഇതിനകത്തിരിക്കുന്നു. എസിയിൽ ഇരുന്ന് സുഖിക്കുമ്പോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ടി എസ് ഹരീഷ് വിവരണമായി തുടരുന്നത്. ഹരി, അല്പനേരത്തെ സംഘർഷമുണ്ടായിരുന്നു. മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ട്. മുതലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടുത്തെ ആളുകളുടെ രോഷപ്രകടനമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോൾ CIT ഉൾപ്പെടെ CIT INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുമൊക്കെ അവിടെ സമരത്തിൻ്റെ ഭാഗമായി രംഗത്ത് വരുന്നതും അതിൻ്റെ പ്രതികരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണോ ഈ സംഘടനകളുടെ എല്ലാം തീരുമാനം? അതിൻ്റെ ഭാഗമാണോ മുതലപ്പുഴയ്ക്ക് പുറത്തേക്ക് മന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് ഉൾപ്പെടെയുള്ള ഈ സമരങ്ങൾ? ആ പ്രദേശത്ത് വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടുകയും ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുകയും ഹാർബറില്ല. ഇപ്പോൾ അവിടെ മണൽ കൂനകൾ മാത്രമാണ്. ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്ത് അതിനെ സമരം അവരുടെ ആവശ്യങ്ങൾ പ്രാവർത്തികമാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അവരുടെ നേതാക്കളുടെ പ്രതികരണം കൂടി കേട്ടിട്ട് വരാം. നടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. തൽഫലമായി അതിന്റെ വലതുവശത്ത് വരുന്ന കായൽ മേഖലയിൽ, കായൽ പ്രദേശങ്ങളായ അഴൂർ, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, മംഗലപുരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ രൂക്ഷമായ പ്രളയ സാധ്യത നിലനിൽക്കുകയാണ്. ഇപ്പോൾ മഴ കൂടി പെയ്ത് കഴിഞ്ഞതോടുകൂടി കഠിനംകുളം കായലിൽ നിന്ന് സുഗമമായി ജലം ഒഴുകി കടലിൽ ചേരാനാകാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വാമനപുരം നദിയിൽ നിന്ന് വരുന്ന ജലമുണ്ട്. ഇതെല്ലാം ഒക്കെ തന്നെ ഈ പൊഴി അടിഞ്ഞത് മൂലം തടസ്സപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ രൂക്ഷമായ പുഴയിലെ മണൽ അടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന്റെ വസതിക്ക് മുമ്പിൽ. പ്രശ്നമല്ല അവിടെ മുതലപ്പുഴയിൽ മണലടിഞ്ഞിട്ട് നിരവധി പേര് മരണപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് വള്ളങ്ങൾ മറിഞ്ഞ് പലരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. അതിൽ നൽകിയ ഉറപ്പ് മന്ത്രി സജി ചെറിയാൻ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം.